ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനെന്താ ഈ കൈകൊണ്ട് എടുക്കുന്നതെന്നറിയാവോ? 2 പഴം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു സ്നാക്കാണ് ട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു തുള്ളി എണ്ണ ഞാൻ ചേർക്കാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്കാണ് ട്ടോ. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. വൈകിട്ട് ഈ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നല്ല മധുരമായിട്ട് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ട്ടോ. അവരിഷ്ടത്തിന് കഴിച്ചോളും. പിന്നെ അതുപോലെ നമ്മൾ കുട്ടികൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുകയാണ് ഹെൽത്തിയാണ്. അപ്പോൾ നല്ല സ്വീറ്റുമാണ്. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് കഴിച്ചോളും. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ആദ്യം തന്നെ ഞാന് ശർക്കര ഉണ്ടല്ലോ, ശർക്കര അതൊന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട്. പൊടിച്ചത് ഒരു വലിയ കട്ടയായിരുന്നു. അതൊന്ന് പൊടിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് ശർക്കര പാനിയാക്കാനായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഇതിലൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. നന്നായിട്ട് ഒരുപാട് ശർക്കര മുഴുവനായിട്ടിട്ടാൽ പെട്ടെന്ന് നമുക്ക് ഇത് പാനിയായി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു കല്ല് വെച്ച് തന്നെ ഇടിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമുക്ക് വേണ്ടിയത് പഴമാണ്. 2 പഴുത്ത പഴമാണ്. ഈ പഴം കണ്ടാൽ കുട്ടികളാരും കഴിക്കില്ലല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ വെറൈറ്റി ഐഡിയാസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരിഷ്ടത്തിന് കഴിച്ചോളൂ ട്ടോ. അപ്പോൾ ഇതാ പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മധുരവും കൂടെ കിട്ടും ട്ടോ. വേറെ നമ്മൾ ഇതിൽ മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ല. ശർക്കര കുറച്ചുകൂടെ ഹെൽത്തി ആയതുകൊണ്ട് ശർക്കരയാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ പഴം ഇങ്ങനെ 4 ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴമാകുമ്പോഴത്തേക്കും നല്ല കുറച്ചുകൂടെ സ്വീറ്റ് കിട്ടുമല്ലോ. അപ്പോൾ ദാ പഴുത്ത പഴം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ദാ ഈ ഒരു പരുവത്തിൽ നല്ല രീതിയിൽ തന്നെ അരിഞ്ഞ് എടുക്കുന്നുണ്ട്. ദാ ഇങ്ങനെ. അപ്പോൾ ബാക്കി വന്ന പഴം കൂടെ ഞാൻ അരിഞ്ഞ് എടുത്തു. ദാ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ട് നമ്മളതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇനിയും നമ്മൾ നേരത്തെ പാനി നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ആ തിളച്ച പാനി അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അവലുണ്ടല്ലോ. 2 കപ്പ് അവലിടുന്നുണ്ട്. ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം ട്ടോ. എൻ്റെ കയ്യിൽ വെള്ള അവലാണ്. നല്ല കട്ടിയുള്ള അവലാണ് ട്ടോ. അപ്പോൾ ഈ അവല് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ട്ടോ. അതിലേക്ക് 3 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുക. 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ട്ടോ. ഒരുപാട് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ട്ടോ. നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കളറൊന്ന് മാറുന്നിടം വരെ വറുത്ത് ഒന്ന് കോരി മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കളറ് ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളൊരു മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ആ ഏലക്കയും ഇതിൻ്റെയൊക്കെ സ്വാദ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനി നമുക്കതൊന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് ശകലം എണ്ണയെ ചേർക്കുന്നുള്ളൂ. എനിക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്താണോ അത് ചേർത്ത് കൊടുക്കും. ഞാൻ കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും നട്ട്സ് ആഡ് ചെയ്താൽ മതിയാവും ട്ടോ. എന്നിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ച ഏത്തയ്ക്ക അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടും ട്ടോ. ഒരുപാട് വെന്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കഷ്ണം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല സ്വാദാണ് ട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് വെന്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങയുണ്ടല്ലോ, തേങ്ങ തിരികിയത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ തേങ്ങയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും. എന്നിട്ട് ആ തേങ്ങയെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് ഒരുപാട് മൊരിയണ്ട. മൊരിഞ്ഞ് വരുന്നിടം വരെ എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാനി ഉണ്ടല്ലോ, ശർക്കര പാനി അതൊരു ഫ്രൈ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവലുണ്ടല്ലോ, അത് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ, ആ പൊടിച്ച അവല് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ അവലിടുമ്പോഴത്തേക്കും നല്ലൊരു ശർക്കരപ്പാനി നല്ല കട്ടിയായിട്ട് നല്ല കുറുകി വരും അല്ലേ? അപ്പോൾ അത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കല്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമ്മുടെ ശർക്കര പാനിയിലോട്ട് അവല് പൊടിച്ചതിട്ടപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഏത്തയ്ക്ക അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അവലും പഴവും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല.
എന്നിട്ട് നേരത്തെ വറുത്ത് വെച്ച നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ പാനിലീന്ന് ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവം വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ നെയ്യൊന്നും ചേർക്കാതെ തന്നെയും ഇതിനൊരു സ്വാദാണ്. നെയ്യ് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് വെക്കാം. എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് സൈഡെല്ലാം തേച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇളകി വരില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഫ്രൈ പാനീന്ന് തന്നെ ഡയറക്റ്റ് നമ്മളിതിലോട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. രാവിലെ ഫുഡ് കഴിക്കാത്ത ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് കഴിച്ചേച്ച് പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ. ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പം നമ്മളതൊന്ന് പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. 4 മണി പലഹാരം കേട്ടോ. രാവിലെയോ എങ്ങനെ വേണേലും കഴിക്കാം കേട്ടോ. നമ്മളിതാ കൈകൊണ്ട് എടുക്കുന്നതിന് മുന്നേ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ എണ്ണ തേച്ചത് കൊണ്ട് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ നെയ്യോ എണ്ണയോ ചേർത്തില്ലെന്നും പറഞ്ഞ് ഇതിന് സ്വാദില്ലെന്ന് കരുതണ്ട. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. വീട്ടിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പം പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും നല്ല ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ നട്ട്സും ഇളകി വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ. 2 പഴം എല്ലാവരുടെ വീട്ടിലും പഴം ഉണ്ടാവും, അവലും ഉണ്ടാവും. അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ പറയണേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.